ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു മൂവിയുടെ റിവ്യൂ പറയാനാണ്. നമുക്ക് ഷോർട്ടായിട്ട് പറയാം. ടി 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 തലൈവർ തമ്പി തലൈമയിലെ, അതായത് ഒരു ജീവിയുടെ ഒരു പൊങ്കൽ റിലീസായിട്ട് വന്നൊരു മൂവിയാണ്, എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ തിയേറ്ററിൽ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടു. സോ എനിക്ക് പറയാനുള്ളത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു തമിഴ് സിനിമയിൽ നമ്മൾ തമിഴ് ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മലയാള സിനിമയിൽ വരുന്ന കണ്ടന്റുകൾ, അവർ ചെയ്യുന്ന ഓരോ മൂവീസ്, ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ തമിഴിൽ അത്ര സക്സസ് ആവുന്നില്ല, അല്ലെങ്കിൽ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട്, അല്ലെങ്കിൽ അതിനെല്ലാം ഒരു മറുപടി ആയിട്ടുള്ള ഒരു മൂവിയാണത്. കാരണം ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നതിന് ഒരു മലയാളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടന്റാണ് ഏറ്റവും വലിയ ഒരു ചെറിയൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു 2 ദിവസം നടക്കുന്ന ഒരു കഥ. ഈ സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയിൽ തലൈവർ തമ്പി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ഒരു വിജയിൻ്റെ അനിയൻ അല്ലെങ്കിൽ വിജയിൻ്റെ ബ്രദർ എന്നുള്ള ഒരു രീതിക്കാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ TVKയുടെ സാമ്യമായിട്ടുള്ള ആ കൊടീൻ്റെ കളറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവ യൂസ് ചെയ്യുന്നത്. ഒരു നാട്ടിലെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മൂവിയിൽ എലിമെൻറ്റ്സ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം എഴുതി കാണിക്കുന്നത് താങ്ക്സ് നൻപ എന്നാണ്. അപ്പോൾ നമുക്കറിയാലോ, തമിഴ്നാട്ടിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നൻപ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാലോ. ജീവ തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു പ്രസ് മീറ്റിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ നൻപ എന്ന് ഉദ്ദേശിച്ചത് വിജയനെയാണെന്ന്. അതുപോലെ തന്നെയാണ് സിനിമ ഫുള്ള് ഒരു എന്താ പറയുക, നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ജീവ മത്സരിച്ചിട്ടുള്ള പാർട്ടി, അല്ലെങ്കിൽ ജീവ ആ സിനിമയിൽ ഏത് പാർട്ടിയാണെന്നും ആരുടെ അനിയനാണെന്നുള്ളത് നമുക്ക് സിനിമയിൽ വ്യക്തമാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു TVKക്ക് സപ്പോർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ വിജയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. അതായത് ഡയറക്റ്റായിട്ട് പറയാതെ ഇൻഡയറക്റ്റായിട്ട് ഡയറക്ടർ ബ്രില്യൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു കല്യാണ വീടും ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു രാത്രിയുള്ളൊരു കഥയാണ്. ചുമ്മാ ഒരു എന്താ പറയുക, ആൾക്കാർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് കണ്ടിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വെറുതെ ഒരു ഇൻസിഡൻറ്റ് വെച്ച് മാത്രം എടുത്തതല്ല, ഇതിന് പക്ക പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. ചുമ്മാ സിറ്റുവേഷൻ ഇമോഷണൽ അല്ല, ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. സോ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എനിക്ക് ഡിഫറൻ്റ് ആയിട്ട് പേഴ്സണലി മറ്റുള്ള സിനിമകൾ, അതായത് ഇതുപോലെയുള്ള സിമ്പിൾ സിനിമകളിൽ ചുമ്മാ ഇങ്ങനെ പോകുന്നതല്ലാതെ ഇതിനൊരു ബാക്ക് സ്റ്റോറി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ കൊണ്ടുവന്ന എനിക്ക് പടത്തിൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്തമായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്വിസ്റ്റുകൾ, അതായത് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളെല്ലാം നടക്കുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല ഇത് നടക്കുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ഓക്കെ ഇതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ വരും എന്നുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇത് അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ആ സിനിമ ഒരു ഭംഗിയാവാം, നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് എടുത്ത ക്യാഷ് വേസ്റ്റ് ആവില്ല. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഓക്കെ, തലൈവർ തമ്പി തലൈമയിലെ.